എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. നമ്മൾ വിജയുടെ TVK പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതായത് വിജയ് പണ്ടൊരു രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ സൂചന നൽകിയത് മുതൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് കരൂർ നടന്നിട്ടുള്ള ആ ഒരു അപകടത്തെപ്പറ്റി വരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസാരിക്കാൻ പോകുന്നത്. അതായത് 2026 തമിഴ്നാട്ടിൽ നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ വിജയ് മുഖ്യമന്ത്രി ആകുമോ എന്നുള്ളൊരു ടോക്കാണ് നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അതിന് ഏറ്റവും വലിയൊരു തിരിച്ചടി വിജയ് നേരിട്ടത് മറ്റൊന്നുമായിരുന്നില്ല. കരൂരിൽ വിജയ് വലിയൊരു റാലി നടത്തുകയാണ്. അതിൻ്റെ അകത്ത് തിക്കിലും തിരക്കിലും പെട്ട് 41 പേര് മരിക്കുകയാണ്. നിങ്ങൾക്കറിയാവോ, ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ദാരുണമായിട്ടുള്ള മരണങ്ങളിലൊന്നാണ്. ശ്വാസം കിട്ടാതെ വാരിയെല്ലൊക്കെ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ കുത്തിക്കയറി നമ്മൾ ഭയങ്കര അത്രയും ടോർച്ചർ ചെയ്തായിരിക്കും നമ്മൾ മരണപ്പെടുന്നത്. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം വിജയെ നമ്മൾ ഒരിടത്തും കണ്ടില്ല, ഒരു പൊതു പരിപാടികളിലൊന്നും കണ്ടിട്ടില്ലായിരുന്നു. വിജയുടെ തന്നെ ഏറ്റവും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഓൺലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് വിജയ് കടുത്ത വിഷാദത്തിലേക്ക് പോയി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആർക്കാണെങ്കിലും അങ്ങനെ സംഭവിക്കുമല്ലോ. നമുക്കാണെങ്കിലും സംഭവിക്കും, നമ്മുടെ മനുഷ്യത്വമുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ സംഭവിക്കും. കാരണം താൻ സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ തൻ്റെ പാർട്ടിയുടെ അശ്രദ്ധ മൂലം ആൾക്കാർ തടിച്ചുകൂടുകയും കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെ TVK ഒരുക്കിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് മാത്രം 41 പേര് മരിക്കുക എന്ന് പറയുമ്പോൾ ഒരു നേതാവിനും അത് സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. മനുഷ്യത്വമുള്ള മനസാക്ഷിയുള്ള ഒരു നേതാവിനല്ലേ. അതുകൊണ്ട് തന്നെ വിജയ് കടുത്തൊരു വിഷാദത്തിലേക്ക് പോകുന്നൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സംഭവത്തോടെ പലരും വിലയിരുത്തിയത് വിജയുടെ പാർട്ടി അവിടെ കൊണ്ട് അവസാനിച്ചു എന്നുള്ളതാണ്. കാരണം ആ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത, അവിടെ വിജയെ കാണാനും പങ്കെടുക്കാനും എത്തിയ ജനങ്ങൾ തന്നെ വിജയ്ക്ക് നേരെ തിരിയുന്നൊരു സംഭവങ്ങളായിരുന്നു നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടിട്ടുണ്ടായിരുന്നതല്ലേ. ഞങ്ങൾക്ക് പട്ടിയുടെ വില പോലും തന്നില്ല, വിജയ് നിങ്ങൾ ചെയ്തത് വളരെ ദ്രോഹമാണ്, നീചനാണ് എന്നൊക്കെ ജനങ്ങൾ തന്നെ പ്രതികരിക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വിചാരിക്കും പ്രതിപക്ഷ പാർട്ടിയിലുള്ള ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞത്. നല്ല പരിപാടിക്ക് വന്നവർ തന്നെയായിരുന്നു പറഞ്ഞത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിലുള്ളവരാണ് മരിച്ചത്. അവരുടെ കുടുംബത്തിലുള്ള ഒരുപാട് പേർക്ക് വളരെ ഗുരുതരമായിട്ടുള്ള അപകടം പറ്റി. അപ്പോൾ അങ്ങനെയല്ലേ പ്രതികരിക്കത്തുള്ളൂ അല്ലേ. അപ്പോൾ അവർ തന്നെ വിജയ്ക്ക് എതിരായി മാറുന്ന ഒരു രംഗത്തോടെയാണ് പലരും പറഞ്ഞത്. വിജയുടെ അതായത് ഭയങ്കര ആളിക്കത്തുമായിരുന്നല്ലേ, ആ ഒരു ആളിക്കത്തിയ തീ പെട്ടെന്ന് അണഞ്ഞുപോയി എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ വിജയ് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ്. ആദ്യമായിട്ട് വിജയ് മറ്റൊരു മീറ്റിങ്ങിൽ ഒരു സ്പീച്ച് നടത്തിയിരിക്കുകയാണ്, പ്രസംഗം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് വിജയ് ഭയങ്കര ഒരു, നമ്മൾ ആ ഒരു കത്തി തുപ്പാക്കിയിലൊക്കെ വിജയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി കണ്ടിട്ടില്ല, അതുപോലത്തെ തന്നെ ഒരു പ്രസംഗമായിരുന്നു ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് പ്രധാനമായിട്ട് നമ്മുടെ ഇപ്പോൾ റൂളിംഗ് പാർട്ടിയായിട്ടുള്ള DMK ഉണ്ടല്ലോ, DMK ഒക്കെ കടന്നാക്രമിക്കുകയായിരുന്നു. അതായത് DMK ഈ ഒരു വിഷയത്തെ തുടർന്നും അതിനു മുമ്പും ഒക്കെ പറയുന്നുണ്ട് TVKയും അതിൻ്റെ അണികളും എന്നുള്ളത് വെറും ഫൂൾസ് ആണ്, മണ്ടന്മാരാണ്, വിഡ്ഢികളാണെന്നുള്ളതാണ് അവർ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളോർക്കും ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ്, അല്ല, അവർ കാലാകാലങ്ങളായിട്ട് ഫൂൾസ്, മണ്ടന്മാർ എന്നുള്ള രീതിയിലാണ് ഈ പാർട്ടിയെയും അതിൻ്റെ അണികളെയും പ്രവർത്തകരെയും ഒക്കെ മുദ്ര കുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാമുള്ള മറുപടി ആ ഒരു പ്രസംഗത്തിലുണ്ടായിരുന്നു. വിജയ് TVK, അതായത് വിജയുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുകയും അതോടൊപ്പം DMKയും മുഖ്യമന്ത്രിയൊക്കെ കടന്നാക്രമിക്കുന്ന ഒരു രംഗമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും കാലം വിജയ് ഒരുപാട് ഐഡിയോളജീസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അണ്ണാദുരയുടെയും പെരിയാറിൻ്റെയും തുല്യത എന്നൊക്കെ പറയുന്ന ജനറലൈസ് ചെയ്തുള്ള ഐഡിയാസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ. എന്നാൽ ഈ ഒരു പ്രസംഗത്തിൽ നമുക്ക് കാണാൻ പറ്റിയത് പ്രോമിസസ്, അതായത് ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നും പറഞ്ഞിട്ട് ആദ്യമായിട്ട് TVK ഒരു പ്രസ്താവന നടത്തുന്ന ഒരു രംഗവും കാണാൻ പറ്റും. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വിജയ് കൊടുത്ത ഉറപ്പുകളുണ്ടല്ലോ, അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് നല്ലൊരു ശതമാനവും ഫ്രീബീസാണ്. എന്താണ് ഫ്രീബീസ് എന്ന് പറയുവാണെങ്കിൽ, ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ തമിഴ്നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ ഫ്രീ ആയിട്ട് ഇന്ന സാധനങ്ങൾ കൊടുക്കും, ഇന്ന സർവീസുകൾ കൊടുക്കും എന്ന് പറയുന്നതാണ് ഫ്രീബീസ്. നമ്മൾ തമിഴ്നാട് രാഷ്ട്രീയം നോക്കുവാണെങ്കിൽ ഫ്രീബീസിൻ്റെ നല്ലൊരു അയ്യരുകൾ തന്നെ കാണാൻ പറ്റുമല്ലേ. ഇപ്പോൾ ജയലളിതയുടെ കാലത്താണ് 1 രൂപയ്ക്ക് ക്യാൻറ്റീന്, അതുപോലെ തന്നെ അമ്മ ടോയ്ലറ്റ്, അമ്മ TV എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും TV അങ്ങനെ കൊടുക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയം ഈ ഫ്രീബീസാൽ കുത്തൊഴിഞ്ഞ് കിടക്കുന്ന ഒന്നാണ്. ഞാനൊരിക്കലും ഈ ഫ്രീബീസ് കൊടുക്കുന്ന രാഷ്ട്രീയത്തെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, മാത്രമല്ല നല്ലതുപോലെ എതിർക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ഇപ്പോൾ TVK ആയാലും നമ്മൾ എതിർക്കണം, നമ്മൾ യുക്തിയുള്ള ജനങ്ങൾ. കാരണം ഫ്രീബീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ ഒക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ്. ഒന്നാലോചിച്ച് നോക്കുക, കേരളം ഇപ്പോൾ വലിയൊരു കടക്കെണിയിലാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരെ കരാർ കമ്പനിക്ക് പൈസ കൊടുക്കാനില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഉപകരണങ്ങൾ കരാർ കമ്പനി തിരിച്ചെടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയിൽ വരെ നമ്മളെത്തി. അപ്പോൾ ഇനി 2026 നമ്മുടെ നിയമസഭ ഇലക്ഷൻ വരുവാണ്.
വരുവാണ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് ഫ്രീ ബീസ്, അതായത് ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര വലിയ, വീണ്ടും എത്ര ഭീകരമായിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കായിരിക്കും നമ്മളുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നതെന്ന് നമുക്ക് ഒരു കൊച്ചു കുഞ്ഞിന് പോലും ചിന്തിക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഫ്രീ ബീസ് തരാമെന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷികളെ നമ്മൾ എതിർക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും വിജയ് കൊടുക്കാമെന്ന് പറയുന്ന ഫ്രീ ബീസ് വാഹനങ്ങളും അതുപോലെ എല്ലാവർക്കുമുള്ള ജോലികളും ഒക്കെയാണ്. അതോടൊപ്പം DMK ഗവൺമെന്റിനെ മണൽ കൊള്ളക്കാർ, അതായത് മണൽ കടത്തുണ്ടല്ലോ, രൂക്ഷമായിട്ടുള്ള നിയമവിരുദ്ധ മണൽക്കടത്ത്, മണൽ മാഫിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ വിജയ് എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത്, എവിടെയാണ് പറഞ്ഞത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തമിഴ്നാട്ടിൽ കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കാഞ്ചീപുരം സിൽക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അവിടെയുള്ള ഒരു പ്രൈവറ്റ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ, ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 2000 പേരാണ്, അതായത് പാർട്ടി മെമ്പേഴ്സ് തന്നെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ വില്ലേജിൽ നിന്നും 5 പേര് എന്നുള്ള കണക്കിലായിരുന്നു പങ്കെടുപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കരൂരിലെ ആ ഒരു ദുരന്തം ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷം അവിടുത്തെ ഗവൺമെന്റ് ഇതുപോലുള്ള ഔട്ട്ഡോർ ഈവൻസ്, ആൾ കൂടുന്ന ഈവൻസ് നടത്തുന്നതിനൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യമാണ്. ഇന്നലെ ഒരു കാര്യം നോക്കുവാണെങ്കിൽ നമ്മുടെ കാസർഗോഡ് ഹനാൻ ഷായുടെ ഒരു പരിപാടിക്ക് ആൾ കൂടിയിട്ട് അവിടെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് അവിടെ കൊള്ളാവുന്നതിന് കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആൾക്കൂട്ടം ഒരു മനുഷ്യ ബോംബായിട്ട് മാറും. ഇതിന് യാതൊരു സംശയവും ഇല്ല. ഇന്നലെ കാസർഗോഡ് നടന്ന ഈവൻറ്റിലും 10-15 പേരൊക്കെ ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലേ. ആരും മരിക്കാഞ്ഞത് എന്തോ ദൈവഭാഗ്യമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ആൾക്കൂട്ടങ്ങളെ എപ്പോഴും നമ്മൾ ഭയപ്പെടണം. അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഏറ്റവും ദാരുണമായിട്ടുള്ള ഒരു മരണത്തിലേക്കും ദുരന്തത്തിലേക്കും ആയിരിക്കും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് ഗവൺമെൻറ് ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഒരു പബ്ലിക് ഈവൻറ്റ് നടത്താൻ വലിയ പാടാണ്. കാരണം പബ്ലിക് ഈവൻറ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ നിയന്ത്രണങ്ങൾ വെച്ചാലും വിജയിയെ കാണാൻ വേണ്ടി മാത്രം ഒരുപാട് പേര് വരും. ഈ കരൂരിലെ ഈവൻറ്റിനും അങ്ങനെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. കുട്ടികളുമായിട്ട്, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് അമ്മമാർ വന്നത് അവർ പാർട്ടി അനുഭാവികളോ പ്രവർത്തകരോ ആയിട്ടല്ല, മറിച്ച് വിജയ് എന്ന് പറയുന്ന അവരുടെ സൂപ്പർ സ്റ്റാറിനെ, ദൈവത്തെ കാണാൻ വന്നതായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ പരിപാടി ഒരു ഇൻഡോർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും പാർട്ടി മെമ്പേഴ്സ് 2000 പേര് മാത്രം. 3 കാര്യങ്ങളാണ് വിജയ് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഒന്നാമത്തത് TVK ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് DMK, ഇപ്പോൾ റൂളിംഗ് പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുക, അവരെ കടന്നാക്രമിക്കുക. മൂന്നാമത്തത് ഈ ഉറപ്പുകളാണ്, നമ്മൾ പ്രകടന പത്രിക എന്നൊക്കെ പറയത്തില്ല, അത് എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതുപോലെയല്ല, ജസ്റ്റ് ഒരു ഉറപ്പായിട്ട് പറയുക മാത്രമാണ് ചെയ്തത്. നമുക്കപ്പോൾ വിജയ് പ്രധാനമായിട്ടും 8 ഉറപ്പുകളാണ് കൊടുത്തത്. ആ ഒരു ഉറപ്പുകൾ ഇന്ന് സംസാരിച്ച് നമുക്ക് തുടങ്ങാമല്ലേ. ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് എല്ലാവർക്കും സ്ഥിരമായിട്ടുള്ള ഭവനങ്ങളാണ്, അതായത് പെർമനൻറ്റ് ഹോംസ് അല്ലേ, താമസിക്കാനൊരു വീട്. നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും ഭവനരഹിതർ ഒരുപാട് പേരുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്കുകളിലൊക്കെയാണ് അവർ താമസിക്കുന്നത്. കൃത്യമായിട്ടുള്ള രജിസ്ട്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ചോർന്നലിക്കുന്ന ഷെഡിൽ താമസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കേരളത്തിലടക്കം നമുക്ക് ഒരുപാട് വീഡിയോസിലൂടെ ഒക്കെ കാണാൻ പറ്റുമല്ലേ. അതുപോലെ തന്നെ ഈ ആദിവാസി മേഖലയിലൊക്കെ താമസിക്കുന്ന പാവങ്ങളും ഒക്കെ ഉണ്ട്. അവർക്കൊന്നും വീടില്ല. സർക്കാർ വീട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് അവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു, ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ അവസ്ഥ സമാനം തന്നെയാണ്. അവിടെയും ഒരുപാട് പേർക്ക് വീടില്ല. അവരും ഇതുപോലെ തന്നെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഈ റോഡ് സൈഡിലാണ് അന്തി ഉറങ്ങുന്നത്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ തന്നെ അഭയാർത്ഥികളായിട്ട് കഴിയേണ്ടി വരുന്നു. അപ്പോൾ വിജയുടെ ആദ്യത്തെ ഉറപ്പെന്തെന്നാൽ എല്ലാ ജനങ്ങൾക്കും, എല്ലാ കുടുംബങ്ങൾക്കും, അതായത് ഓരോരുത്തർക്കല്ല, ആ ഒരു കുടുംബത്തിലെ എല്ലാവർക്കും മിനിമം ഒരു വീടെങ്കിലും, നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഒരു വീട് ഞങ്ങൾ ഉറപ്പ് പറയുകയാണ്. ഞങ്ങൾ പണി കഴിച്ച് നൽകും. നിങ്ങളിനി കടത്തിണ്ണകളിലോ വഴിയോരങ്ങളിലോ പുറമ്പോക്കുകളിലോ ഷെഡ് കെട്ടി കഴിയുമെന്നും വേണ്ട, ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീട് നൽകുമെന്നുള്ളതാണ് വിജയുടെ ആദ്യത്തെ പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും ഓരോ വണ്ടി, അത് കാറാകാം, ബൈക്കാകാം, അല്ലെങ്കിൽ ഓട്ടോയാകാം. തമിഴ്നാട്ടിലൊക്കെ ഒരുപാട് പേര് ഈ റിക്ഷ ടൈപ്പ് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ വിജയ് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ മൊബിലിറ്റി, പെട്ടെന്ന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു മാർഗം അവർക്ക് വഴിയൊരുക്കി കൊടുക്കുകയാണ്. അതവരുടെ തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റത്തിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നേറ്റത്തിനോ ഒക്കെ സഹായിക്കും. കുട്ടികളെ സ്കൂളിൽ വിടാനും ഒക്കെ അവർക്ക് സഹായിക്കും. അതുകൊണ്ട് എല്ലാ വീട്ടിലേക്കും മിനിമം ഒരു വാഹനമെങ്കിലും ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ്. ഇതൊക്കെ ഫ്രീ ബീസാണ്. ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത്? അവിടുത്തെ ജനങ്ങളുടെ പൈസ എടുത്ത് അവിടുത്തെ ജനങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് വാഹനങ്ങൾ കൊടുക്കുകയാണ്. ഇത് ഫ്രീ ബീസിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ വിജയ് പറയുന്നത് ഇത് വിതരണം ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഞങ്ങൾ ഉണ്ടാക്കും, ഒരു കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കും. അതിലൂടെ ആയിരിക്കും എല്ലാ വീടുകളിലേക്കും ഞങ്ങൾ മിനിമം ഒരു വണ്ടിയെങ്കിലും കൊടുക്കുന്നത്. വണ്ടികൾ ഇല്ലാത്ത വീടുകളിലേക്കാണ് കേട്ടോ. മൂന്നാമത്തത് എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയാണ്. പെർമനൻറ്റ് ജോലി എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ജോലി തന്നെയാണ്.
കാരണം നമുക്ക് പ്രൈവറ്റ് ജോലി ഒരു പെർമനൻറ്റ് ജോബ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അവരുടെ പാർട്ടി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ഒരാൾക്ക് ജോലി ഏർപ്പാടാക്കി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പെർമനൻ്റ് ആവില്ല, എപ്പോൾ വേണമെങ്കിലും അവർ പിരിച്ചുവിടാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, കമ്പനി പൂട്ടിപ്പോകാമല്ലേ. അപ്പോൾ പെർമനൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് ജോലി തന്നെയാണ്. അതായത് എല്ലാ കുടുംബങ്ങളിലും മിനിമം ഒരാൾക്കെങ്കിലും ഗവൺമെൻറ് ജോലി വാഗ്ദാനം ചെയ്യുകയാണ്. ഇതൊക്കെ പോസിബിൾ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല. കാരണം ജനസംഖ്യ എടുക്കുക, കുടുംബങ്ങൾ എടുക്കുക, അത്ര വേക്കൻസി അവിടെ ഉണ്ടോ നോക്കുക, ഈ ഒരു കണക്കുകളൊന്നും അവിടെ പറയുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുടുംബങ്ങളുണ്ടല്ലോ, വരുമാനമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്, അവർക്കൊരാശ്രയം എന്നോണമാണ് ജനങ്ങളോട് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള കാര്യങ്ങളായി, നിങ്ങൾക്ക് പെർമനൻ്റായി, നിങ്ങൾക്ക് പിന്നെ ഒരു സുരക്ഷയെ, നിങ്ങൾക്ക് ഇൻഷുറൻസും ബാക്കി സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം കിട്ടുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് വിജയ് ഇതേ തന്നെ പിടിച്ചത്. എല്ലാ കുടുംബത്തിലെയും മിനിമം ഒരാൾക്കെങ്കിലും ഞങ്ങൾ ഗവൺമെൻറ് ജോലി നൽകുമെന്നുള്ളത്. നാലാമതായിട്ട് വിജയ് മുന്നോട്ട് വെച്ചൊരാശയം, അത് നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും, അതായത് പുതിയ തലമുറയിലെ എല്ലാവർക്കും മിനിമം ഒരു ഡിഗ്രി, ഒരു UG ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. കാരണം വിദ്യാഭ്യാസമുള്ള സമൂഹത്തിനെ ആ ഒരു നാട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അല്ലേ. നമ്മൾ വിദ്യാഭ്യാസം നേടുന്നതിലൂടെയാണ് നമുക്ക് ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നത്, നമ്മൾ മാറ്റിക്കുത്തുന്നത് അല്ലെ, മാറ്റി വോട്ട് ചെയ്യണം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന വോട്ടാണ്. വോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ സ്വാതന്ത്ര്യങ്ങളിലൊന്നാണ്. നമുക്ക് ഭരിക്കുന്ന സർക്കാരിനെ താഴെ ഇറക്കാനും മറ്റൊരാളെ കയറ്റാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ്. പക്ഷേ നമ്മളൊരു പാർട്ടിയുടെ അടിമയായി പോയി കഴിഞ്ഞാൽ എന്താ പറ്റുക, ജീവിതകാലം മൊത്തം ആ പാർട്ടിക്ക് കുത്തിക്കൊടുക്കാമെന്നും പറഞ്ഞ് നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരാളാണെങ്കിൽ നമ്മൾ അവർക്ക് പോയി കുത്തിക്കൊടുക്കുകയാണ്. അങ്ങനെയല്ല, നമ്മൾ വോട്ട് യൂസ് യുവർ വോട്ട് വൈസ്ലി എന്നാണ് പറയുന്നത്. നമ്മൾ ബുദ്ധിപരമായിട്ട് വേണം നമ്മുടെ വോട്ട് യൂസ് ചെയ്യാനല്ലേ. അതായത് നമുക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുന്ന ആളാരാണ്, നമുക്ക് ഗുണമുണ്ടാക്കാൻ പറ്റുന്ന രാഷ്ട്രീയ കക്ഷി ആരാണോ അവരെ അധികാരത്തിലേറ്റാനാണ് നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ് വിജയുടെ ഐഡിയോളജി. തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൊണ്ട് അല്ലേ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് കേട്ടിട്ടില്ലേ. അപ്പോൾ ഈ ഒരു സംഭവത്തോട് ഞാൻ തീർത്തും യോജിക്കുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും മിനിമം ഒരു ഡിഗ്രി എങ്കിലും ഉണ്ടെങ്കിൽ അത് വലിയൊരു മാറ്റമായിരിക്കും തമിഴ്നാട്ടിൽ കൊണ്ടുവരുന്നത്. കാരണം തമിഴ്നാട്ടിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ പോലും 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ നോക്കുവാണെങ്കിൽ മിനിമം 10ാം ക്ലാസ് പാസ്സായി +2 ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവരെയാണ് ഭൂരിഭാഗം കാണാറുള്ളത് അല്ലേ. നല്ലൊരു ശതമാനം പേർക്ക് ഡിഗ്രി വരെയുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിലെ സാഹചര്യം മറ്റൊന്നാണ്. അപ്പോൾ വിജയ് പറഞ്ഞത് എല്ലാവർക്കും, എല്ലാ യുവതലമുറയിൽപ്പെട്ട ആൾക്കാരും ഡിഗ്രി എടുക്കാനുള്ള പ്രോത്സാഹനം ഞങ്ങൾ കൊടുക്കുമെന്നാണ്. ഇപ്പോൾ DMK വേണമെങ്കിൽ ഇതിന് മറുപടിയായിട്ട് രംഗത്ത് വരാൻ, ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്, ആ ഒരു രീതിയിലേക്കാണ് ഞങ്ങൾ മുന്നിട്ടിറങ്ങാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു വരാം. അതുപോലെ തന്നെ AIDMKയ്ക്കും BJPക്കും ഒക്കെ സെയിം വാദമായിട്ട് ഇവിടെ വരാവുന്നതേ ഉള്ളൂ. 5ാമത്തെ കാര്യം എന്തെന്നാൽ വിജയ് പറയുകയാണ്, നിങ്ങൾ ജനങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെ വിശ്വസിക്കണം എന്നുള്ളതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസൊക്കെ മെച്ചമാണ്, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മെച്ചമാണ്. ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തുറന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു, ശരിയാണ്. എങ്കിൽ കൂടിയിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംവിധാനങ്ങളുടെ 4-1 പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. സമാനമായിട്ടുള്ളൊരവസ്ഥ തന്നെയാണ് തമിഴ്നാട്ടിലുള്ളത്. തമിഴ്നാട്ടിൽ അടിപൊളി പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പോളോ ചെന്നൈയിലൊക്കെ അടിപൊളി ഓക്കെയാണ്. പക്ഷേ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ നോക്കുവാണെങ്കിൽ അത്രത്തോളം ഡെവലപ്ഡോ കാര്യങ്ങളൊന്നുമല്ല. പലരും അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ പോകാറില്ല. പോകാത്തത് കൊണ്ട് തന്നെ എന്താണ്, ഡിമാൻഡ് വരുന്നില്ല. ഡിമാൻഡ് വരാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ് കാര്യമായിട്ട് അതിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല, അത് വികസിപ്പിക്കുന്നില്ല അല്ലേ. അപ്പോൾ വിജയ് പറയുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ ട്രസ്റ്റ് ചെയ്യുന്ന നല്ല ഡോക്ടേഴ്സാണ്. അപ്പോൾ നിങ്ങളവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ പുരോഗതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ മെച്ചപ്പെടാൻ സഹായിക്കുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. 6 വെള്ളപ്പൊക്കം മൂലം തമിഴ്നാട്ടിലെ കർഷകരും മറ്റ് കൃഷി ചെയ്യുന്ന സാധാരണക്കാരുമൊക്കെ വലിയ നഷ്ടങ്ങളിലേക്ക് പോകാറുണ്ട്. DMK ഗവൺമെൻറ് ഇത് വലിയ അഴിമതിയാണ് ഈ ഒരു മേഖലയിൽ കാണിച്ചിട്ടുള്ളത്. അവർ ചെന്നൈയിൽ ഈ മഴവെള്ളം, അതായത് വെള്ളം കെട്ടിക്കിടക്കുമല്ലോ, അത് ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഡ്രൈനേജ് സിസ്റ്റം, ഈ കാണുകളൊക്കെ നിർമ്മിക്കാമെന്ന് പറഞ്ഞിട്ട് 4000 കോടി അതിന് വേണ്ടി ചെലവഴിച്ചു. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അവരിവിടുത്തെ കർഷകർക്ക് വേണ്ടി, നമ്മളെ അന്നമുട്ടുന്ന കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഇത് DMK ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാണ്. ആ പേരും പറഞ്ഞ് 4000 കോടി കക്കുകയും മുക്കുകയും ചെയ്തു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ വിജയ് ഉന്നയിക്കുകയാണ്. അതോടൊപ്പം വിജയ് പറയുകയാണ്, ഞങ്ങൾ അധികാരത്തിൽ വരുവാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമുക്ക് അന്നം തരുന്ന കർഷകരെ സംരക്ഷിക്കാനുള്ളതാണ്, അവരുടെ കൃഷി സംരക്ഷിക്കാനുള്ളതാണ്. കൃത്യമായിട്ടുള്ള പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മഴക്കെടുതി മൂലമുള്ള അല്ലെങ്കിൽ പ്രളയക്കെടുതി മൂലമുള്ള ഈ ഒരു ദുരന്തത്തെ, കർഷകർക്ക് അവരുടെ കൃഷിക്ക് വരുന്ന ഈ ഒരു നാശത്തെ നമുക്ക് തടയാനാകുമെന്നും അത് ഞങ്ങൾ ചെയ്യുമെന്നും വിജയ് അവിടുത്തെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. 7ാമതായിട്ട് വിജയ് പിന്തുണ പ്രഖ്യാപിച്ചത്, അതായത് ജീവിത നിലവാരം മെച്ചപ്പെടുത്തും, അവരെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ളത്, ഒന്ന് ടീച്ചേഴ്സാണ്, അധ്യാപകരാണ്, വീവേഴ്സ് നെയ്ത്തുകാർ, ഫിഷർമാൻസ് മത്സ്യ തൊഴിലാളികൾ, അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രീസ്, അവിടുത്തെ വ്യാവസായികമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആ ഒരു വ്യാവസായിക കേന്ദ്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഗവൺമെൻറ് എന്നും നിലകൊള്ളുമെന്നുള്ളൊരു കാര്യമാണ് വിജയ് പറഞ്ഞത്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് വിജയ് ഫോക്കസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലെ സാധാരണക്കാരെയാണ്. അതായത് എപ്പോഴും നമ്മുടെ നാട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു പൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ ഒരു ഗവൺമെൻറ്റിനെ മറിച്ചിടാനും
വേറെ ഗവൺമെൻറ്റിനെ കയറ്റാനും ഒക്കെ അത്രയും പവറുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളാണല്ലേ. അവരെ ടാർഗറ്റ് ചെയ്തായിരുന്നു വിജയ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ തമിഴ്നാടെന്ന് പറയുന്നത് പ്രധാനമായിട്ടും നെയ്ത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രാമമാണല്ലോ കാഞ്ചീപുരമൊക്കെ. അപ്പോൾ നെയ്ത്തുകാർ, മത്സ്യത്തൊഴിലാളികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വോട്ട് ബാങ്ക് തന്നെയാണ്. വോട്ട് ബാങ്കായിട്ട് വിജയ് ഉദ്ദേശിച്ച് പറയുന്ന ആണെന്നല്ല ഞാൻ പറയുന്നത്, ആ ഒരു ക്ലാസ്സിനെയാണ് വിജയ് ഉറപ്പായിട്ടും ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എട്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് പറഞ്ഞത് സ്ത്രീ സുരക്ഷയാണ്. നമ്മൾക്കറിയാം ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 1-2 ആഴ്ചയായിട്ടുള്ളൂ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ പിൻഭാഗത്ത് വെച്ചിട്ട് വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അതീവ ഭീകരമായിരുന്നു ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ അതിന് മുമ്പും പല ഇൻസിഡൻറ്റ് തമിഴ്നാട്ടിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾ, അതും ബ്രൂട്ടലായിട്ടുള്ള ക്രൂരമായിട്ടുള്ള അക്രമങ്ങൾ. അപ്പോൾ ആ ഒരു സംഭവങ്ങൾക്ക് എന്തുകൊടുത്തും അറുതി വരുത്തും കൃത്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു സംഭവം ഞങ്ങൾ ചെയ്യുമെന്നുള്ളതായിരുന്നു വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്കും സ്വസ്ഥമായിട്ട് ഏത് സമയവും റോഡുകളിലൂടെ നടക്കാൻ പറ്റണം, അവർ രാത്രിയിൽ വീട്ടിലിരിക്കേണ്ടവരല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ സത്യമാണ്. ഇത് അങ്ങനെയായി മാറേണ്ടതുണ്ട്. കാരണം തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കെതിരെയുള്ള ക്രൈം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സംഭവമൊക്കെ വിജയുടെ ഗവൺമെൻറ്റിന് ശക്തമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് വിജയുടെ കംപ്ലീറ്റ് ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അണ്ണാദുരയുടെയും പെരിയാറിൻ്റെയും ഐഡിയോളജീസ്, തുല്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനറലൈസ് ചെയ്ത് പറയുമെങ്കിലും ഇങ്ങനെ ഒരു ഉറപ്പുകൾ കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ ഒന്നാമത്തത് TVK ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നല്ലേ. ഇപ്പോൾ വിജയ് ആ ഒരു പ്രസംഗത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ എടുത്തു പറയുന്നത് പലരും എന്നെയും ഞങ്ങളുടെ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളുടെ അനുഭാവികളെയും പ്രവർത്തകരെയും ഒക്കെ വില കുറച്ചാണ് കാണുന്നത്, ഞങ്ങളുടെ പാർട്ടി ഒരു കാലത്ത് രക്ഷപ്പെടില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത് പറയുന്നതല്ലേ. അതൊക്കെ തെറ്റാണെന്ന് കാലം തെളിയിക്കും, അത് ഞങ്ങൾ കാണിക്കാൻ പോവുകയാണെന്നുള്ളതാണ് വിജയ് പറയുകയാണ്. പലരും എന്നെ അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ ഒരു സ്റ്റാർ പാർട്ടി, അതായത് ഒരു സിനിമാ നടൻ്റെ പാർട്ടി എന്ന് വിളിച്ചാണ് കളിയാക്കുന്നത്. അവർക്കൊക്കെ ഭയമുണ്ട്. പണ്ട് 1970കളിൽ എം ജി ആർ എന്ന് പറഞ്ഞാൽ വലിയൊരു സിനിമ ആക്ടർ ആയിരുന്നല്ലോ അല്ലേ. അദ്ദേഹം എന്താണ് ചെയ്തത്, ഇതുപോലെ തന്നെ സ്റ്റാർ പാർട്ടി എന്നും പറഞ്ഞ് പലരും കളിയാക്കി, എതിർപക്ഷത്തുള്ളവരല്ലേ. പക്ഷേ അദ്ദേഹം തമിഴ്നാട്ടിൻ്റെ തലവര തന്നെ മാറ്റുന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഉയർന്നു വന്നത് ചരിത്രമാണ്. അപ്പോൾ വിജയ് അതിനെ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അന്നും പലരും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാർ പാർട്ടി എന്ന് വിളിച്ച് ഒരു സിനിമ നടൻ്റെ പാർട്ടി എന്നൊക്കെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കാലം സാക്ഷി, ചരിത്രം സാക്ഷി MGR എന്ന് പറയുന്നത് ഇന്ന് തമിഴ്നാട്ടിൽ വലിയൊരു ഇതിഹാസം തന്നെയാണ്. അവിടുത്തെ ഒരു ഹിസ്റ്ററിയുടെ പാർട്ടാണ് MGR എന്നുള്ളത് അല്ലേ. അതിനെ ചൂണ്ടിയൊക്കെ വിജയ് കൃത്യമായിട്ട് സംസാരിക്കുകയാണ്. അടുത്തത് വിജയ് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് DMKയുടെ വിഡ്ഢികൾ എന്നുള്ളൊരു പരാമർശത്തെയാണ്. വിജയും വിജയുടെ പാർട്ടി പ്രവർത്തകരും അനുഭാവികളെല്ലാം വിഡ്ഢികളാണെന്നുള്ളതാണ് അവർ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വിജയ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പാർട്ടി പുതിയതാണ്, ഇപ്പോൾ വന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അനുഭാവികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? നിങ്ങൾക്ക് വോട്ട് കുത്തി നിങ്ങളെ ജയിപ്പിച്ച നിങ്ങളുടെ നാട്ടിലുള്ള അതേ ജനങ്ങളാണ്. നിങ്ങളുടെ നാട്ടിലുള്ള അതേ ജനങ്ങളെ വിഡ്ഢികളെന്ന് വിളിക്കുന്നത് എന്ത് വിവരക്കേടാണ്, എന്ത് തരം താഴ്ന്നൊരു പ്രവൃത്തിയാണ്. ശരിക്കും നമ്മൾ ജനങ്ങളെ വിഡ്ഢികളെന്നൊന്നും വിളിക്കുന്നത്, അതൊരു ഗവൺമെൻറ്റിൻ്റെ ഭരണകക്ഷി തന്നെ വിഡ്ഢികളെന്ന് വിളിക്കുകയാണ്. അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളാണെന്ന് ഓർക്കണം. അപ്പോൾ അതൊക്കെ ഒരു തരം താഴ്ന്ന പ്രവൃത്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പാർട്ടികളെ നമ്മൾ, രാഷ്ട്രീയത്തെ നമ്മൾ ഐഡിയോളജിക്കലിയാണ് എതിർക്കേണ്ടത്, അല്ലാതെ ഇതുപോലെ മോശമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ടോ അക്രമ രാഷ്ട്രീയത്തിലൂടെ ഒന്നും ആകരുതല്ലേ. അപ്പോൾ വിജയ് അതാണ് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല വിജയ് പറയുകയാണ്, ഈ വിഡ്ഢികളെന്നൊക്കെ അല്ലെങ്കിൽ ഫൂൾസ്, ഒന്നിനും കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എഴുതാനും വായിക്കാനും അറിയാത്ത, ഒരു ഒപ്പ് പോലും ഇടാൻ അറിയാത്ത, ഒപ്പിന് പകരം വിരലടയാളം പതിപ്പിക്കുന്ന അങ്ങനെയുള്ളവരെ അധിക്ഷേപിച്ച് വിളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കുകളാണ്. അവിടെ ഫൂൾസ് എന്നല്ല കേട്ടോ, കൃത്യമായിട്ട് മറ്റെന്തോ തമിഴ് വാക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വിജയ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെയുള്ളവരെയൊക്കെയാണോ അധിക്ഷേപിക്കുന്നത്? വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ. മാത്രമല്ല ആ ഒരു എഴുതാനും വായിക്കാനും അറിയാത്തവരുണ്ടാകാം, അവർ തന്നെയല്ലേ വോട്ട് ചെയ്ത് നിങ്ങളെ കുത്തി ജയിപ്പിച്ചത്. നിങ്ങൾ ആ ഒരു ജനങ്ങളെ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ വളരെ മോശമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിജയ് പറയുകയാണ്. അതോടൊപ്പം ഇതേ DMKയിൽ, അതായത് ഭരണകക്ഷിയിലെ തന്നെ ഒരു MLA പറഞ്ഞിട്ടുള്ള കാര്യം വിജയ് പോസിറ്റീവായിട്ട് പറയുകയാണ്. MLA പറഞ്ഞൊരു കാര്യമുണ്ട്, വിജയ്ക്ക് സപ്പോർട്ടാണ്. വിജയ്ക്ക് സപ്പോർട്ടെന്നല്ല, ഈ ഫൂൾസ് എന്ന് വിളിക്കുന്ന അവരുടെ തന്നെ മെമ്പേഴ്സ് ഫൂൾസ് എന്ന് വിളിക്കുന്ന ഒന്നിനെ എതിരായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ജനങ്ങളെ ഫൂൾസ് എന്ന് വിളിക്കുന്നത് മോശമായിട്ടുള്ള പ്രവൃത്തിയാണ്. മാത്രമല്ല അതിൽ എന്ത് അർത്ഥമാണുള്ളത്? അവർ വിജയുടെ പാർട്ടിയിലേക്ക് പോയതിൻ്റെ അർത്ഥം നമ്മളുടെ ആശയങ്ങൾ ആ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കറക്റ്റ് കാര്യമല്ലേ. അതായത് വിജയുടെ പാർട്ടി പുതിയൊരു പാർട്ടിയാണ്. DMKയുടെ ഒരുപാട് സപ്പോർട്ടേഴ്സ് ആയിട്ടുള്ളവർ അങ്ങോട്ട് പോയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? DMKയുടെ ആശയങ്ങൾ അവർക്ക് പോരാ, അല്ലെങ്കിൽ DMKയുടെ പ്രവർത്തനങ്ങൾ അവർക്ക് മതിയാകില്ല, അവർക്ക് അഴിമതി കണ്ടു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ടാണല്ലോ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതല്ലേ. അപ്പോൾ ആ ഒരു MLA പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. നമ്മുടെ ആശയങ്ങളോ നമ്മുടെ പ്രവർത്തനങ്ങളിലെ മോശമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ കൊണ്ടാകാം അവരങ്ങോട്ട് പോയത്. അതിന് അവരെ ഫൂൾസ് എന്നൊന്നും വിളിച്ചിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തണമെന്നുള്ളതായിരുന്നു. പിന്നീട് അങ്ങോട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് വിജയ് DMKക്കെതിരെ വലിയൊരു കടന്നാക്രമണമായിരുന്നു. DMK എന്ന് പറയുന്നത് യാതൊരുവിധ അടിസ്ഥാനവുമില്ലാത്ത, ഒരു പോളിസി ഇല്ലാത്തൊരു പാർട്ടിയാണ്. അവരുടെ ആകെയുള്ള പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ കൊള്ളയടിക്കുക, അവരുടെ കീശ വീർപ്പിക്കുക, ഇവർക്ക് ജയിപ്പിച്ചു വിട്ട ജനങ്ങളോട്
യാതൊരുവിധ പ്രതിബദ്ധതയോ കടപ്പാടോ ഒന്നുമില്ല. തമിഴ്നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? അക്രമങ്ങളും അഴിമതിയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ സ്വന്തം കീസ് വീർപ്പിക്കാനാണ് നോക്കുന്നത്. നിങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് പല ആനുകൂല്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പല കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ മയക്കി വോട്ട് ചെയ്യിപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് വല്ലതും കിട്ടുന്നുണ്ടോ? നമ്മളുടെ സംസ്ഥാനം മെച്ചപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞങ്ങൾ സ്റ്റാൻഡ് ചെയ്യുന്ന എന്തിനാണ്? ഞങ്ങൾ കൃത്യമായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തുല്യത, എല്ലാവർക്കുമുള്ള തുല്യമായിട്ടുള്ള അവകാശങ്ങളും തുല്യമായിട്ടുള്ള സേവനങ്ങളും എല്ലാവർക്കും ഒരുപോലെ കിട്ടണം. ഞങ്ങൾ നീറ്റ് എക്സാമിനെതിരെയും CAA-ക്കെതിരെയും ഒക്കെ തന്നെ ശക്തമായിട്ട് സംസാരിക്കുന്നവരാണ്. കഴിഞ്ഞ 75 വർഷമായിട്ട് യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. ജനങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. ഇന്നത്തെ തലമുറയെ നോക്കൂ, നിങ്ങളെ നോക്കി കാറി തുപ്പുകയാണ്, നിങ്ങളെ നോക്കി പരിഹസിക്കുകയാണ് നിങ്ങളുടെ ഈ ഒരു പോളിസി കണ്ട്. ഒരു കാര്യം പറയുവാണെങ്കിൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റർ കണ്ടായിരുന്നു കേട്ടോ. ഫാമിലി ട്രീ ആണ്. ഫാമിലി ട്രീ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും എല്ലാ കുടുംബങ്ങളുടെയും പടം മാത്രം കാണിക്കുമെന്ന്. അങ്ങനെയല്ല, അധികാരത്തിലുള്ള കുടുംബങ്ങളുടെ പടം കാണിക്കുന്നെന്ന്. ഇപ്പോൾ DMK സ്റ്റാലിനെ തുടങ്ങിയിട്ട് സ്റ്റാലിൻ്റെ മകൻ, സ്റ്റാലിൻ്റെ അമ്മാവൻ്റെ മകൻ, കുഞ്ഞമ്മയുടെ വല്യമ്മയുടെ മകൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫാമിലി ട്രീ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്വജനപക്ഷവാദവും മക്കൾ രാഷ്ട്രീയവും അല്ലെങ്കിൽ ബന്ധു രാഷ്ട്രീയമാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുടുംബത്തെ തന്നെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജനങ്ങളെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വിജയ് പറഞ്ഞത്. അടുത്തതായിട്ട് വിജയ് പറഞ്ഞത് മണൽ കൊള്ളയെ പറ്റിയിട്ടാണ്. കാഞ്ചീപുരത്തുള്ള പാലാർ നദിയിൽ നിന്നും 22 ലക്ഷം മണൽ യൂണിറ്റുകളാണ് ഈ മണൽ മാഫിയക്കാർ കട്ടുകൊണ്ട് പോയത്. DMKയുടെ സപ്പോർട്ടോടെ, അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടെ 4730 കോടി രൂപയോളം വരുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വിജയ് പറയുന്നത് ഇതിൻ്റെ തെളിവ് DMK ചോദിക്കത്തില്ല, കാരണം ഇതിൻ്റെ തെളിവ് ഇപ്പോൾ കോടതിയിലുണ്ട്. ഈ സംഭവം കേസായി DMKക്കെതിരെ ഒരുപാട് രേഖകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ കോടതിയിൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് വിജയ് പറയുന്നത്. അതുകൊണ്ട് ഇനി ആരും തെളിവ് ചോദിച്ചു വരില്ലല്ലോ. അതോടൊപ്പം കാഞ്ചീപുരത്തെ നെയ്ത്തുകാർ നേരിടുന്ന വലിയൊരു പ്രശ്നത്തെപ്പറ്റി സംസാരിക്കുകയാണ്. കാഞ്ചീപുരം സിൽക്സ് എന്നുള്ളത് വേൾഡ് ഫേമസ് ആണല്ലേ. ഇന്ത്യയിൽ മാത്രമല്ല പല രാജ്യങ്ങളിലേക്ക് വരെ എക്സ്പോർട്ട് ചെയ്യുന്ന സിൽക്സാണ് കാഞ്ചീപുരം സിൽക്സ്. നമ്മുടെ നാട്ടിലെ കല്യാണത്തിന് പോലും അത് ഉപയോഗിക്കാറുണ്ട്. വളരെ ഫേമസ് ആണല്ലേ. പക്ഷേ അത് നെയ്യുന്ന ഒരു നെയ്ത്തുകാരന് 500 രൂപ പോലും ദിവസം കിട്ടുന്നില്ല എന്ന് പറയുകയാണ്. ഇത്രയും വലിയ വിലയുള്ളൊരു പട്ടുസാരി വിൽക്കുന്ന, നെയ്ത് വിൽക്കുന്ന ഒരാൾക്ക് 500 രൂപ. നമ്മുടെ നാട്ടിൽ ജസ്റ്റ് ഒരു ചെറിയ ജോലി ചെയ്താൽ പോലും മിനിമം 1000 രൂപ കിട്ടുമല്ലോ. 1000, 1100, 1200 കിട്ടുന്നുണ്ട് നമ്മുടെ കേരളത്തിലല്ലേ. അപ്പോൾ ഇത്രയും വലിയൊരു സാധനം, ഇത്രയും വലിയൊരു കാഞ്ചീപുരം സിൽക്സ് നെയ്യുന്ന ഒരാൾക്ക് 500 രൂപ പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ പോരായ്മ തന്നെയാണ്. അത് വിജയുടെ പൊളിറ്റിക്സ് ആയിട്ട് പറഞ്ഞതല്ല, ഞാൻ എൻ്റെ പേഴ്സണലി ഇത് പറഞ്ഞാണ്. അപ്പോൾ വിജയ് പറയുന്നത് ഗവൺമെൻറ് ഇവരെ ചതിക്കുകയാണ്. ആയിരക്കണക്കിന് നെയ്ത്ത് തൊഴിലാളികൾ ഈ ഒരു പ്രശ്നം കാരണം കടബാധിതയിലാണെന്നും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ടെന്നും വിജയ് പറയുകയാണ്. അടുത്തത് പരന്തൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിജയ് പറയുകയാണ്, DMK അധികാരത്തിൽ വന്നപ്പോൾ അവരെന്താണ് പറഞ്ഞത്? ഞങ്ങൾ ഒരിക്കലും ഈ വിമാനത്താവളം അംഗീകരിക്കില്ല, കാരണം അത് പാരിസ്ഥിതികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഈ ഒരു വെള്ളമുള്ള ഭൂമി മൊത്തം നശിപ്പിക്കും, കർഷകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നമ്മുടെ കൃഷിയെല്ലാം നശിപ്പിക്കും. അത് സത്യമാണ്. ആ ഒരു പ്രദേശത്ത് എയർപോർട്ട് വരുവാണെങ്കിൽ അത് പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്, അത് സംശയമൊന്നുമില്ല. അപ്പോൾ DMK ആദ്യം പറഞ്ഞിട്ടുള്ള നല്ല കാര്യമാണ്. പക്ഷേ അവരിപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആ ഒരു എയർപോർട്ടിന് പെർമിഷൻ കൊടുക്കുകയാണ്. കാരണം അഴിമതിയാണ് വിജയ് ആരോപിക്കുന്നത്. പൈസ കിട്ടുമല്ലോ, അപ്പോൾ പറഞ്ഞ വാക്ക് പോലും മാറ്റി ഇവിടുത്തെ കർഷകരെയും ഇവിടുത്തെ കുടിവെള്ളം കുടിക്കുന്ന ഓരോ ജനതയും വരെ കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് DMK അവിടെ എയർപോർട്ടിനുള്ള പെർമിഷൻ കൊടുക്കുകയാണ്. ഇത് ജനങ്ങളോട് ചെയ്യുന്ന വലിയൊരു ചതിയാണ്. അടുത്തത് കാഞ്ചീപുരം ബസ് സ്റ്റാൻഡിനെ പറ്റി പറയുകയാണ്. 60 വർഷമായിട്ട് ആ ബസ് സ്റ്റാൻഡിൽ ഒരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. അത് തകർന്ന് നാമാവശേഷമായി കിടക്കുകയാണ്. അത്രയും വൃത്തിഹീനമായി കിടക്കുകയാണ്. നമ്മളുടെ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് പോലെയല്ലേ. പല ഗവൺമെൻറ് മാറി മാറി വന്ന് ഒന്നും ചെയ്തില്ല, ഇവരും ഒന്നും ചെയ്തില്ല. ഇവരൊക്കെ പണ്ട് ഭരിച്ചാണല്ലോ, എന്തെങ്കിലും ചെയ്തോ? ഇല്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇവർ പോക്കറ്റിലേക്ക് ഇടുകയാണ്. നിങ്ങൾക്ക് തന്നെ തരാനുള്ള പൈസയാണ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നതല്ലേ. പക്ഷേ നിങ്ങളോട് പറഞ്ഞ പ്രോമിസസ്, നിങ്ങൾക്ക് തന്ന വാഗ്ദാനങ്ങൾ, പ്രകടന പത്രികകൾ ഒന്നും പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിന് നേരെ വിപരീതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ ചതിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് വിജയ് അവിടുത്തെ ജനങ്ങളെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇത്രയുമൊക്കെ കാര്യങ്ങളാണ് ഇന്നലെ നടന്നിട്ടുള്ള ഇവൻറ്റിൽ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മറ്റു പരിപാടികൾ പോലെ അത്രയും ദൈർഘ്യമേറിയൊന്നും ആയിരുന്നില്ല, കാരണം വിജയ് നേരിട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപക്ഷെ അതൊക്കെ കൊണ്ടാവും. എന്തായാലും വിജയുടെ ഈ ഒരു സംഭവം നമുക്കുള്ളൊരു പാഠമാണ്. കാരണം നമുക്ക് ഇപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരികയാണ്, അത് കഴിഞ്ഞിട്ട് 2026 നിയമസഭാ ഇലക്ഷൻ വരികയാണ്. നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. ഇതുപോലെ തന്നെ ഫ്രീ ബീസ് തന്ന് വോട്ട് ചോദിക്കുന്നവരെയും ഈവൻ പണം തന്ന് വോട്ട് ചോദിക്കുന്ന ഒരുപാട് കേസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിലൊന്നും വീഴാതിരിക്കുക. നമ്മുടെ വോട്ടിംഗ് അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയും മറിച്ചും കുത്താനൊക്കെ ഉള്ളത് തന്നെയാണ്. അല്ലാതെ ജീവിതകാലം മുഴുവൻ ഒരു പാർട്ടിക്ക് തന്നെ ഒരാൾക്ക് തന്നെ ഇങ്ങനെ വോട്ട് ചെയ്ത് കൊടുത്തേക്കാമെന്നുള്ള എഗ്രിമെൻ്റ് ഒന്നും നമുക്ക് നിയമപരമായിട്ടില്ല. ഇനി എൻ്റെ പേഴ്സണൽ പറയുവാണെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ സ്വയം കാണുന്നത് ഒരു അടിമയായിട്ടായിരിക്കും. ഞാൻ വോട്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ഒരാൾ ആരാണ് നമ്മുടെ മണ്ഡലത്തിലുള്ളത്, ബെറ്റർ ആയിട്ടുള്ള പ്രവർത്തനം മുമ്പേ കാഴ്ചവെച്ചത് ആരാണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇതൊക്കെ പല കാര്യങ്ങളും നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഏത് പാർട്ടി വന്നപ്പോഴാണ് കൂടുതൽ മെച്ചമുണ്ടായത്, എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളൊരു കൺക്ലൂഷനിലെത്തും. ആ ഒരു വ്യക്തിക്കായിരിക്കും ഞാൻ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ജീവിതകാലം മൊത്തം ഒരു പാർട്ടിക്ക് ഇങ്ങനെ കുത്തി കൊടുത്തേക്കാമെന്നും പറഞ്ഞിട്ട് ഞാൻ ആരുമായിട്ട്
അതുമായിട്ട് ധാരണയായിട്ടൊന്നുമില്ല. അതാണ് യഥാർത്ഥ ജനാധിപത്യം. നിങ്ങളെല്ലാവരും പറയുമല്ലോ നമ്മുടെ ഗവൺമെൻറ് മോശമാണ്, നമ്മുടെ വാർഡ് മെമ്പർ മോശമാണ്, പഞ്ചായത്ത് മോശമാണ്, നഗരസഭ മോശമാണ്, കോർപ്പറേഷൻ മോശമാണെന്നൊക്കെ. അവരെ താഴെ ഇറക്കാനുള്ള അധികാരമാണെന്നേ നമുക്കുള്ളത്. ഇപ്പോൾ തദ്ദേശ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, നിങ്ങൾ മാറ്റിക്കുത്ത് മറിച്ച് കുത്ത്. അടിമയായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവർ തന്നെ വീണ്ടും വരും, അവർ തന്നെ കട്ടുമുടിക്കുകയും ചെയ്യും. മാറ്റിയും മറിച്ചും കുത്താൻ ശ്രമിക്കുക. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വിജയ് നൽകിയിട്ടുള്ള ഉറപ്പുകളിൽ എന്തൊക്കെയാണ് പ്രാക്ടിക്കലായിട്ടുള്ളത്? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വിസ്മേഷം മാടപ്പള്ളി സൈനിങ് ഔട്ട്.